Hello everyone, welcome back to our channel The 1989. ഇന്ന് നമ്മൾ ക്രിസ്മസ് പ്രിപ്പറേഷൻ്റെ പാർട്ട് 1 എപ്പിസോഡാണ്. നമ്മൾ 2 എപ്പിസോഡായിട്ടാണ് ഇതിടുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വൈൻ ഉണ്ടാക്കുന്നതും കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുന്നതും പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്ക്, അതിൻ്റെയൊക്കെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് വൈനാണ്. ഇപ്പം നമ്മൾ 10 കിലോ ഗ്രേപ്സ് കൊണ്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ പ്രോസസ്സിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ മുന്തിരി നല്ലപോലെ കഴുകി അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം, പഞ്ചസാര കുറച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അത് ഞങ്ങൾ എന്നിട്ട് 21 ദിവസം ഭരണിക്കകത്ത് കെട്ടിവെച്ച് അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാനും അമ്മയും കൂടി. ഇത് ഒറിജിനൽ വൈനാണ്. ഞങ്ങളിവിടെ ഈസ്റ്റോ ഇല്ലെങ്കിൽ ഗോതമ്പോ ഒന്നും ഇടുന്നില്ല ഈ വൈനിൽ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വൈൻ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയ വൈനിൻ്റെ ഒരു 1 ലിറ്ററോ 2 ലിറ്ററോ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ആ 2 ലിറ്റർ, അതായത് 1 കൊല്ലത്തോളം പഴകിയ ആ വൈനാണ് നമ്മൾ വീര്യം കൂടാനായിട്ട് ഈ വൈനിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഈസ്റ്റ് ഗോതമ്പ് ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് നല്ലൊരു വൈനായിട്ടാണ് തോന്നാറ്. അപ്പം ഈ വൈൻ ഞങ്ങൾ 10 കിലോ മുന്തിരിയിലാണ് ഇട്ടിരിക്കുന്നത്. 2 ഭരണിയിലായിട്ടാണ് ഞങ്ങൾ വൈൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം. അപ്പോൾ ഡിസംബർ 1 മുതൽ ഗസ്റ്റ് വീട്ടിൽ വരുമ്പം നമ്മൾ വൈനൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒക്കെ എല്ലാവർക്കും വരുന്നവർക്ക് കേക്കും വൈനും ഒക്കെ കൊടുക്കും. അപ്പോൾ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വൈൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വായോ കേട്ടോ. വൈനൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ്സ് ആണ്. ചിക്കൻ കട്ട്ലേറ്റ്സ് ഇല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കും. കാരണം ഒരുപാട് ഗസ്റ്റ് വരുന്നൊരു സമയമാണല്ലോ ഈ ക്രിസ്മസ് മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്നാക്സ് ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് പോയി മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചിക്കൻ മിൻസ് ചെയ്ത് വെക്കും. ചിക്കൻ മിൻസ് ചെയ്തിട്ട് ഇതേപോലെ കട്ട്ലേറ്റ് റോൾ ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ നല്ലപോലെ റോൾ ചെയ്തിട്ട് ഞങ്ങൾ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേഗം ചൂടോടെ വറുത്ത് കൊടുക്കാൻ പറ്റും. അപ്പം നല്ലപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ലപോലെ സ്മാഷ് ചെയ്ത് ഇതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി മുട്ടയിലൊക്കെ ബാറ്ററിലൊക്കെ മുക്കി നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും യൂഷ്വലി ചെയ്യുന്ന അതേ റെസിപ്പി തന്നെയാണ്. ഒരു ഡിഫറൻസും ഇല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ. ഇതുപോലെയാണ് ഞങ്ങൾ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറ്. നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണ് ക്രിസ്മസിന്. നമ്മൾക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും കാർഡ്സ് ഒന്നും ആരും അയക്കാറില്ലല്ലോ. അപ്പോൾ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് ഞങ്ങൾ ക്രിബൊക്കെ ഉണ്ടാക്കാനും ട്രീ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ലുലുവിലും ബ്രോഡ്വേയിലൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് മെറി ക്രിസ്മസ് വിഷസ്.